ഹായ്, ഇന്ന് നമുക്കൊരു കയ്പ്പയ്ക്ക കറി ആട്ടോ ഉണ്ടാക്കുന്നത്. കയ്പ്പയ്ക്ക മുറിച്ച് വെച്ചിട്ടുണ്ട്, ഉള്ളി, പച്ചമുളക്, ഒരു തക്കാളി മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ഉള്ളി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കണേ, കയ്പ്പയ്ക്കയുടെ കയ്പ്പ് അറിയാണ്ടിരിക്കാനാട്ടോ. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 3 വിസിലടിക്കണം, നന്നായി വെന്ത് വരണത്. നല്ല തക്കാളി, ഉള്ളി, കയ്പ്പയ്ക്കൊക്കെ നന്നായി വെന്ത് വരണം. നമ്മൾ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കേണ്ട. ഉലുവ, കടുക്, വറ്റൽമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കൂടെ തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കണം. നമ്മളിതാ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായി മൂത്ത് വന്ന ശേഷം നമ്മൾ കുക്കറിൽ നിന്ന് അത് മാറ്റുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, അടിപൊളി കറിയാണ്, വേറെ കറിയൊന്നും ആവശ്യമില്ല. നമ്മളിതാ വെള്ളം കുറച്ച് വേണം കേട്ടോ, വറ്റിച്ചെടുത്താൽ മതി. എല്ലാവിടെയും മഴയൊക്കെ ഉണ്ടോ? കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് പുളി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, രണ്ടും കുറവായിരുന്നു. ഇവിടെ നിന്നിപ്പോൾ മോളാട്ടോ കറിയൊക്കെ ഉണ്ടാക്കിയത്. കയ്പ്പയ്ക്ക കറി ഞാൻ ഉണ്ടാക്കിയതാണ്. വലിയ മോളിന്നിപ്പോൾ ലീവ് ആകൊണ്ട് മോളാട്ടോ ഉണ്ടാക്കിയത് കറിയൊക്കെ. ഒരു വാഴയ്ക്ക കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവിടെയും മഴയൊക്കെ ഉണ്ടോ? വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ.